JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ചേർന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. ഒത്തിരിയധികം തസ്തികകൾ ഇപ്രാവശ്യം ഏജിൽ ഓവർ ആയവർക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പ്രസ്തുത നോട്ടിഫിക്കേഷനുകൾ എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട്, പ്രസ്തുത തസ്തികകളെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. 18 to 45 വരെ ഏജ് ലിമിറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന രീതിയിലാണ് നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 99/2025 ആണ്. ഗസറ്റ് ഡേറ്റ് 17/6/2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 16/7/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ആണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്. സ്കെയിൽ ഓഫ് പേ 37,400, 79,000 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 9 ആണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 to 44 ആണ്. അതായത് 2/1/1981 ആൻഡ് 1/1/2006. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്, കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ് വിത്ത് 3 year എക്സ്പീരിയൻസ് ഇൻ ദ ട്രേഡ് ആഫ്റ്റർ ഒബ്റ്റൈനിങ് ദ സർട്ടിഫിക്കറ്റ്, or national apprenticeship certificate in the appropriate trade with 1 year experience after obtaining the certificate, or diploma in appropriate branch of engineering from a government or government recognized polytechnic or its equivalent qualification. ഇതാണ് യോഗ്യത എന്ന് പറയുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 101/2025 ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 16/7/2025 തന്നെയാണ്. നെയിം ഓഫ് കൺസേൺ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. KCMMF ലിമിറ്റഡ്. നെയിം ഓഫ് പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 ആണ്. ഇലക്ട്രീഷ്യൻ ആണ്. സ്കെയിൽ ഓഫ് പേ 29,490, 85,160 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. 1985, 2/1/1985 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ SC ST OBCക്കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എ പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അടുത്തതായിട്ട് ITI, NAC, NTC ഇൻ ദ ട്രേഡ് കൺസേൺഡ്. അപ്പോൾ യോഗ്യത പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ് ഇൻ SSLC, അതിന് കൂടാതെ തന്നെ ITIയോ NACയോ NTCയോ ഇൻ ദ ട്രേഡ് കൺസേൺഡ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് 103/2025 ആണ് കാറ്റഗറി നമ്പർ. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇവിടെയും 16/7/2025 ആണ്. നെയിം ഓഫ് കൺസേൺ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ്. കയർ ഫെഡ്. നെയിം ഓഫ് പോസ്റ്റ് ജനറൽ മാനേജർ ആണ്. പ്രൊജക്ട്. സ്കെയിൽ ഓഫ് പേ 27,800, 56,700 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 45 ആണ്. അതായത് 2/1/1980 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ SC ST OBCക്കാർക്ക് അവരുടെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BTech വിത്ത് MBA recognized by any university in Kerala having 12 years experience ആണ് ഇതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് 95/2025. ഇതിന്റെയും അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 16/7/2025 തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് പോളിടെക്നിക്സ് കോളേജ് ആണ്. സ്കെയിൽ ഓഫ് പേ 55,200, 1,15,300 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഒഴിവുകൾ നിർണ്ണയിക്കപ്പെട്ടെന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 39 ആണ് ഏജ് ലിമിറ്റ്. അതായത് 2/1/1986 ആൻഡ് 1/1/2005. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡ് അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ SC ST OBCക്കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്
technology from a recognized university after undergoing a regular course of study. Note basic qualification for the post in the order of preference. First one, degree in tool and die engineering. Second one, degree in production engineering. Third one, degree in production cum plant engineering. അതുപോലെ തന്നെ ഈ ക്വാളിഫിക്കേഷൻ ആണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക 20 to 39 ആണ്. കൂടാതെ SC/ST OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അടുത്തത് 98/2025 ആണ് കാറ്റഗറി നമ്പർ. 16/7/2025 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഫോർമാൻ ആണ്. സ്കെയിൽ ഓഫ് പേ 39,300 83,000 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് 1 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 41 ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. 2/1/1984 ആൻഡ് 1/1/2007 ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് eligible to apply for this post. അതുപോലെ തന്നെ SC/ST OBC-കാർക്ക് അവരുടെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC or its equivalent ആണ്. കൂടാതെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, automobile engineering, preference will be given to candidates having 5 years experience in a supervisory capacity in an automobile workshop, especially in marine diesel engine. അപ്പോൾ ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അധികം തസ്തികകളിലാണ് ഏജ് ഓവർ ആയവർക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ യോഗ്യത അനുസരിച്ച് ഈ തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഏജ് ഓവർ ആയവർ പ്രത്യേകം ശ്രദ്ധിച്ച് ഓരോ തസ്തിക അവരവർക്ക് യോഗ്യത അനുസരിച്ച് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.